ക്ഷേമ പെൻഷന് അർഹരായ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രായം ചെന്ന ആളുകളാണ്. പ്രായം ചെന്ന് മാത്രമല്ല, 80 വയസ്സും 90, 95 ഒക്കെ വയസ്സായ ആളുകൾ. ഇതെല്ലാം തന്നെ നേരത്തെ പരിശോധിച്ചുകൊണ്ടാണ് അന്ന് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. സർവീസ് സഹകരണ ബാങ്കുകളിൽ കൂടെ ആണെങ്കിൽ അവർ നേരിട്ട് അവരുടെ കയ്യിലെത്തും. ബാങ്ക് മുഖേന, ബാങ്കിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മുഖേന, ഓതറൈസ്ഡ് ഏജൻ്റാണത്. അവർ മുഖേന വീട്ടിലേക്കെത്തും. അവനാൻ്റെ വീട്ടിൻ്റെ മറുത്ത് എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റാത്ത ആളാണെങ്കിലും വീട്ടിൻ്റെ മറുത്തുനിന്ന് അവരുടെ കയ്യിൽ കൊണ്ടുകൊടുക്കുന്നതാണ്. ഇപ്പം അതെല്ലാം തന്നെ ബാങ്കിലേക്ക് മാറ്റുക എന്നാണ് കേൾക്കുമ്പോൾ ഒക്കെ രസമുള്ള കാര്യമാണ്. പ്രായോഗിക തലത്തിൽ ലക്ഷക്കണക്കായ വയോവൃദ്ധരായ ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. രണ്ടാമതെന്താ വെച്ചാൽ, ഈ സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ നാടിൻ്റെ ഒരു നട്ടല്ല. സർവീസ് സഹകരണ ബാങ്കിൽ LDF ഉണ്ട്, UDF ഉണ്ട്, മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ബാങ്കിലെ ജീവനക്കാർ അല്ലെങ്കിൽ നിശ്ചയിക്കുന്ന ആളുകൾ അവരെ വഴിയിൽ മറ്റു രൂപത്തിൽ കാണുമ്പോൾ കുട്ടിയെ പെൻഷൻ എന്തായി, അവിടെ പെൻഷൻ വന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാനും ചർച്ച ചെയ്യാനും അവർക്കൊരു സമാധാനം എന്ന് കിട്ടുമെന്നുള്ളതൊക്കെ പ്രതീക്ഷ അവർക്ക് ഉണ്ടായിരുന്നു. ഇതൊന്നുമില്ലല്ലോ. ജനങ്ങളിൽ നിന്നുള്ള ബന്ധം എടുത്തു കളയാണ്. ഇപ്പോൾ അക്കൗണ്ട് എടുക്കാൻ വേണ്ടി പോകേണ്ടത് കഴിഞ്ഞാൽ പെൻഷൻ വന്നാൽ വാങ്ങണമെങ്കിലും പോകണ്ടേ. ഓട്ടോറിക്ഷ ഒക്കെ ചുരുങ്ങിയതല്ലേ. അപ്പോൾ അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാൻ ചിലപ്പോൾ ഒരു 100 അല്ലെങ്കിൽ 150 ബാങ്ക് അവിടെ വെച്ചാൽ അതിനനുസരിച്ചുള്ള കൂടുതൽ ബാധ്യത വരിക. ഇത് വിതരണം ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന പണമാണെങ്കിലും ബാങ്കിന് ഒരു ചെറിയ ഇൻസെൻറ്റീവ് ഉണ്ട് ഇതിൽ. കാരണം ബാങ്ക് പൈസ എടുത്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് കൊണ്ട് അപ്പോൾ ബാങ്കുകാർക്ക് അതിൻ്റെ ഒരു പ്രയോജനം ലഭിച്ചിരുന്നു. ബാങ്കിന്, സ്ഥാപനത്തിന്, വിതരണക്കാരന് അതിനൊരു പ്രയോജനം ലഭിച്ചിരുന്നു അല്ലേ. ആ വിതരണക്കാരന് കൊടുക്കുന്ന പൈസയും ബാങ്കിന് കിട്ടുന്ന പൈസയും ഇവർക്ക് കിട്ടുന്ന പൈസയൊക്കെ തന്നെ ഈ നാട്ടിലെ മാർക്കറ്റിലാണ് ചിലവഴിച്ചത്. രാഷ്ട്രീയപരമായിട്ട് പെൻഷൻ വിതരണത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളൊരു ആരോപണം ഒക്കെയാണ് ഇപ്പോൾ ഇതിനോട് തീരുമാനത്തിന് പിന്നിൽ. അതുപോലെ തന്നെ ഈ സാധാരണ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ള ഈ തുക ഇല്ല എന്നുള്ളൊരു വിഷയം അതൊന്നും പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇപ്പം നമ്മുടെ മുമ്പിൽ തന്നെ ഇവിടെ വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കുണ്ട്, അതുപോലെ തന്നെ കുമരല്ലൂർ ബാങ്കുണ്ട്, അതുപോലെ തന്നെ തീർത്ഥാല ബാങ്കുണ്ട്. അങ്ങനെ ഒരുപാട് ബാങ്കുകളും ഇവിടെ ഉണ്ടല്ലോ. രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്താച്ചാൽ അവരും രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്തണമെന്നിപ്പോൾ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. അവരിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ തുഗ്ലക്ക് ഭരണ പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് എന്താ വെച്ചാൽ നമ്മളത് പറയാനില്ല. ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ അവർ നടത്തുന്നില്ലേ. സർവീസ് സഹകരണ സ്ഥാപനങ്ങൾ മുഖേന കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിന് എലിജിബിളായ സ്ഥാപനം ഏതെച്ചാൽ അവരൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആളുകൾക്ക്, സാധാരണ വയോവൃദ്ധരായ ആളുകൾക്ക് ഈ തീരുമാനം കൊണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാവുന്നത്.